ഹായ് എവ്രിവൺ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണ് സോൾ പർപ്പസും ലൈഫ് പർപ്പസ് തമ്മിലൊരു വീഡിയോ ചെയ്യുമോ എന്ന് ഒരു മെസ്സേജ് വന്നിരുന്നു. മുന്നേ ഞാൻ ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയ ആളുകൾ വരുന്നുണ്ടല്ലോ, അപ്പോൾ ഡൗട്ട്സ് ഉള്ളത് കൊണ്ടായിരിക്കാം ചോദിച്ചിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ലൈവിലൊക്കെ ഞാൻ റീഡ് ചെയ്യാറുണ്ട്, ലൈവ് റീഡിങ്ങിൽ. അപ്പോൾ അവിടെ ചോദിക്കാറുണ്ട്, ചേച്ചി എൻ്റെ സോൾ പർപ്പസ് ഒന്ന് പറഞ്ഞു തരുമോ എന്ന്. സോൾ പർപ്പസ് അങ്ങനെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമല്ല. ലൈഫ് പർപ്പസ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ലൈഫ് പർപ്പസ്, ജീവിതത്തിൻ്റെ പർപ്പസ്, അതെന്ന് പറയുന്നത് നമ്മുടെ പഠിക്കുന്ന കാര്യങ്ങളായിരിക്കാം. ഇപ്പോൾ എൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ ബേസിക്കലി ഒരു MBBS സ്റ്റുഡൻ്റാണ്. അപ്പോൾ എൻ്റെ ലൈഫ് പർപ്പസ് ആയിട്ട് വരുന്നത് എൻ്റെ മെഡിസിൻ ആ ഒരു ഫീൽഡായിരിക്കും. അതാണ് എൻ്റെ ലൈഫ് പർപ്പസ് ആയിട്ട് വരുന്നത്. ഈ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ വന്നപ്പോൾ എനിക്ക് കിട്ടിയ സോൾ പർപ്പസ് ആയിട്ടാണ് ടാരോ റീഡിങ്, ഹീലറായി മാറി, സൈക്കിക് ടാരോ റീഡറായി, ഹീലറായി. അപ്പോൾ അതാണ് എൻ്റെ സോൾ പർപ്പസ്. അത് ശരിക്കും ഈ ഒരു രണ്ട് കാര്യത്തിൽ ഏറ്റവും കൂടുതലും ഇന്നർ പീസും നമുക്ക് ഭയങ്കര സാറ്റിസ്ഫിക്കേഷൻസ് തോന്നുന്ന സോൾ പർപ്പസ് ചെയ്യുമ്പോൾ. കാരണം ഓരോരോ സോളുകൾ അടുത്തേക്ക് വരുമ്പോൾ ഹീൽ ചെയ്ത് കൊടുക്കുമ്പോൾ അവരുടെ ലൈഫിലേക്കുള്ള ഒരുപാട് അവർ പോലും അറിയാതെ അൺഅവെയർ ആയിട്ടിരുന്ന പല കാര്യങ്ങളും ക്ലിയർ ആക്കി കൊടുക്കുക, നെഗറ്റിവിറ്റി മാറ്റി കൊടുക്കുക, അവരെ ഉയർത്തി കൊടുക്കുക, അല്ലെങ്കിൽ ഉയരാനുള്ള മാർഗ്ഗങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരാളെ ഹീൽ ചെയ്യുമ്പോൾ അവർ പോകുന്ന പല ഫാമിലിക്കുമായ എനർജീസ് മാറ്റം വരും. സോൾ പർപ്പസ് ചെയ്യുമ്പോൾ ഒരുപാട് നല്ല ഗുണങ്ങളാണ്. ഇപ്പോൾ ഞാൻ സോൾ പർപ്പസ് ചെയ്യുമ്പോൾ അതെനിക്ക് മാത്രമല്ല, എൻ്റെ ഫാമിലിയിൽ ഏതെങ്കിലും ഒരു സോളുകൾ ആക്സിഡൻ്റ് ആയിട്ടോ സൂയിസൈഡൽ ഡെത്ത് ആയിട്ടോ അല്ലെങ്കിൽ ഒരുപാട് ഹെവി കർമ്മ അക്കൗണ്ട്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ പോലും അവർക്ക് നല്ല രീതിയിൽ എങ്ങനെ ചെയ്യുന്നത് അനുസരിച്ച് ആ ഫാമിലി ലൈനിൽ ഒരുപാട് പേർക്ക് ഹീലിങ്സ് കിട്ടും. ഒരുപാട് മോശം ചെയ്തവരാണെങ്കിൽ പോലും ആഫ്റ്റർ ഡെത്ത് ആണെങ്കിൽ അവർക്ക് നല്ലൊരു പ്ലേസ് ആയിരിക്കും, ലെവലിലേക്ക് അവർക്ക് പോകാൻ സാധിക്കുന്നത്. സോൾ പർപ്പസിൻ്റെ ഫലമായിട്ട് കിട്ടുന്നതാണ്. ഒരുപാട് പേര് ഹീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സോൾ പർപ്പസ് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. സ്പിരിച്വൽ ജേർണിയിലെല്ലാം യുണീക്കാണ്. ട്വിൻ ഫ്ലെയിം ജേർണി ആണെങ്കിലും സ്പിരിച്വൽ ജേർണി ഓരോരുത്തർ സ്റ്റോറി ഓരോ തരത്തിലായിരിക്കും. മെയിനായിട്ടുള്ള കാര്യങ്ങൾ സെയിം ആയിരിക്കും എന്നുള്ളൂ. പക്ഷേ പല സ്റ്റോറീസും പല ഡിഫറൻസ്, ഏജ്, അങ്ങനെ പല ഡിഫറൻസസ് ഉണ്ടായിരിക്കും. അപ്പോൾ ലൈഫ് പർപ്പസ് എന്ന് പറയുന്നത് നമുക്ക് ഫിനാൻഷ്യൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് കിട്ടുന്ന ഒരു ജോലി ഉണ്ടായിരിക്കും, ഒരു വർക്കിംഗ് അല്ലെങ്കിൽ വർക്ക്, കരിയർ. അതാണ് ലൈഫ് പർപ്പസ് ആയിട്ട് വരുന്നത്. പക്ഷേ സോൾ പർപ്പസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്കിങ്ങനെ ഓരോ സ്പിരിച്വൽ വേക്കിലൂടെ പോകുമ്പോൾ പല കാര്യങ്ങൾ നമ്മൾ പഠിക്കും. സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, കോഴ്സസ് പഠിക്കും, ഹീലിങ്സ് പഠിക്കും. എന്നിട്ട് നമ്മുടെ സോളിന് ഏതാണ്, എല്ലാവർക്കും ഇപ്പോൾ ടാരോ ആവണമെന്നില്ല, എല്ലാവർക്കും റേക്കി ആവണമെന്നില്ല, പലവർക്കും പല രീതിയിലായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ സോൾ ക്രേവ് ചെയ്യുന്ന ഹീലിങ്സ് നമ്മൾ പഠിക്കുന്നതും അതായിരിക്കും നമുക്ക് ഗുണമായിട്ട് വരും. ഇപ്പോൾ ഒരുപാട് പേര് ഓരോ കോഴ്സ്, ഇപ്പോൾ ടാരോ തന്നെ 6th ബാച്ചായി, എനിക്ക് തോന്നുന്നു 100 പേരിലേക്കാളും അധികം പഠിച്ചു പോയവരുണ്ട്. അതിലെല്ലാവരും ടാരോ റീഡേഴ്സ് ഒന്നും ആവില്ല. അതിൽ സെലക്റ്റീവായിട്ട് 1-2 പേര് നന്നായിട്ട് റീഡ് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരാറുണ്ട്. അപ്പോൾ നമുക്കത് അവരുടെ വോയിസ് കേൾക്കുമ്പോൾ അറിയാം അവർക്ക് നല്ല അതിലൊരു എബിലിറ്റി ഉണ്ട്, അവരുടെ സോൾ പർപ്പസ് അതായിരിക്കും. പക്ഷേ ഇങ്ങനെ പറയുന്നുണ്ട്, ആകാശ റെക്കോർഡ്സൊക്കെ പഠിച്ചപ്പോൾ പറയുന്നത് ഒരാൾക്ക് ഒരു സോൾ പർപ്പസ് അല്ല. നമ്മളിപ്പോൾ ആദ്യം ചെയ്ത സോൾ പർപ്പസ് ആയിരിക്കില്ല ഒരു 1 year കഴിഞ്ഞ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിങ്ങനെ മാറി വരും. കാരണം നമ്മുടെ സോളിൽ ഒന്നുകൂടി ഗ്രോത്ത് വരുന്നതനുസരിച്ചിട്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇങ്ങനെ സോൾ പർപ്പസസ് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ട്വിൻ ഫ്ലെയിം ജേർണിയിലൊക്കെ ആണെങ്കിൽ യൂണിയനൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒന്നുകൂടി നമ്മുടെ സോൾ പർപ്പസ് വലുതാവും, വലിയ രീതിയിൽ ചാരിറ്റി ആയിട്ടായിരിക്കും, അങ്ങനെ വലിയ കാര്യങ്ങളായിട്ടായിരിക്കും മാറിപ്പോകുന്നുണ്ടായിരിക്കും. പക്ഷേ സോൾ പർപ്പസ് എന്ന് പറഞ്ഞ പേര് പോലെ തന്നെ അവിടെ സോളാണ് ഹാപ്പി ആവുന്നത്, മോർ ദാൻ മെറ്റീരിയലിസ്റ്റിക്കോ അല്ല. അവിടെ നമ്മുടെ ആത്മാവിന് വളരെ ഹാപ്പിനെസ്, വളരെ പീസ്ഫുൾ സിറ്റുവേഷൻസാണ് ലഭിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ലൈഫ് പർപ്പസ് ആയിട്ടൊരു കോർപ്പറേറ്റ് ജോലിയോ അല്ലെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ജോലി ചെയ്യുമ്പോഴും അവിടെ നമ്മൾ മെയിനായിട്ട് ഒരു ഹാപ്പിനെസ്സോ ഒരു തൃപ്തിപരമായിട്ടോ അല്ല ജോലി ചെയ്യുന്നുണ്ടായിരിക്കും. മെയിൻലി വി ഫോക്കസ്ഡ് ഓൺ ദാറ്റ് മണി. ആ ഒരു പൈസയായിരിക്കും നമുക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കും, വീട്ടിലത്തെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ആ ലൈഫ് പർപ്പസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അവിടെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ജോബ് ആയിരിക്കില്ല. വി മെയിൻലി ഫോക്കസ് ഓൺ ദാറ്റ് മണി. ആ ഒരു പൈസയ്ക്കോ അല്ലെങ്കിൽ ആ ഒരു സാലറിക്കായിരിക്കും അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവുക. പക്ഷേ സോൾ പർപ്പസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം സോൾ പർപ്പസ് ചെയ്ത് ഒരാൾ ഭയങ്കര ഹാപ്പിയായി ഇന്നർ പീസായി വരുമ്പോൾ അവിടെ മെയിൻ ഫോക്കസ് അവർക്ക് വന്ന മാറ്റം അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട എനർജി അല്ലെങ്കിൽ ആ ഒരു സോള് ഹാപ്പി ആവുന്നത്, അതിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് അബണ്ടൻസ് നമുക്ക് വരുന്നത്. മെയിൻ അബണ്ടൻസ് ആ ഒരു എന്താ പറയുക, ഹാർട്ട് ചക്ര കംപ്ലീറ്റ്ലി അബണ്ടൻ്റ് ആവുന്നത് സോൾ പർപ്പസ് ചെയ്യുമ്പോൾ ആ ഒരു വ്യക്തിക്ക് വരുന്ന ഒരുപാട് ചേഞ്ചസ് ആണ്. അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ടായിരിക്കും. മാറ്റം എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് അവർക്ക് ക്ലാരിറ്റി കിട്ടുകയാണ്. അവരെന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്നുള്ള കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്.
ലൈഫ് പർപ്പസിലാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവെയർ അല്ല, നമ്മൾ മായാലോകത്തായിരിക്കും, ഇല്യൂഷൻ ആയിരിക്കും, നമ്മളങ്ങനെ ഒരുപാട് ജോലി ഇനി ഒന്നുകൂടി സാലറി കൂട്ടുക അങ്ങനത്തെ ഒരു കാര്യങ്ങളിലേക്കായിരിക്കും ഫോക്കസ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കാം. പക്ഷെ അത് സാലറി ഉണ്ടായിരിക്കാം, പക്ഷെ നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ്, നമ്മുടെ സോൾ ഹാപ്പി ആണെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ഒരുപാട് പേര് ഇങ്ങനെ റീഡിങ്സിലും ഹീലിങ്സിലൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് കരിയർ നന്നായിട്ട് അവരെ ഇന്നർ വർക്ക് പോലും ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത കരിയേഴ്സ് ആയിരിക്കും. അത്രയും നൈറ്റ് ഷിഫ്റ്റും മോർണിംഗ് ഷിഫ്റ്റൊക്കെ ആയിട്ട് വളരെ അൺസാറ്റിസ്ഫൈഡ് ലൈഫാണ്. പക്ഷേ ആ ജോലി വിടാൻ സാധിക്കില്ല, കാരണം അവർക്ക് വേറെ ഏണിങ്സിന് വേണ്ടിയിട്ടും നമ്മളുടെ ഒരു 4 ചുമരുകളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും കൂടിയാണ് ലൈഫ് പർപ്പസ് എന്ന് പറയുന്നത്. പക്ഷേ സ്പിരിച്വൽ ജേണിയിലാണെങ്കിൽ അഫ്കോഴ്സ് നമുക്കൊരു എന്തുണ്ടായിരിക്കും, സോൾ പർപ്പസ് ലഭിക്കും. കാരണം അതാണ് നമ്മുടെ അത്രയും കർമ്മ അവിടെ ക്ലിയർ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഒരു 10 പേര് നമ്മൾ ഹീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ 10 പേരുടെ ബ്ലെസ്സിങ്സും കൂടി നമ്മളിലേക്ക് ലഭിക്കും. നമ്മുടെ തീവ്രമായിട്ടുള്ള എന്തെങ്കിലും ഒരു കർമ്മ അക്കൗണ്ട് ഈ ലൈഫ് ടൈം അല്ലെങ്കിൽ ഒരുപാട് ലൈഫ് ടൈം ആയിട്ടുണ്ടെങ്കിൽ പോലും അതും കൂടി മാറാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ സോൾ പർപ്പസ് യൂണിവേഴ്സ് ഈ ഒരു ജേണിയിൽ തരുന്നത്. ട്വിൻ ഫ്ലെയിം ജേണി ആണെങ്കിൽ പോലും അതും ശരിക്കും ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ജേണിയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു കൗണ്ടർ പാർട്ട് ഉണ്ടായിരിക്കും, പക്ഷേ കൂടുതൽ അത് എൻ്റെ ജേണിയാണ്. എൻ്റെ കർമ്മയെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഞാൻ എന്നിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടും എന്തിനാണ് സോളിലേക്ക് വന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഭൂമിയിലേക്ക് വന്നത്, ഇതിൻ്റെ ജേണിയാണ്, എൻ്റെ കർമ്മ അക്കൗണ്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ള ബോധ്യം മനസ്സിലാക്കുന്നത് സോൾ പർപ്പസിലാണ്. നമ്മൾ ഒന്നുകൂടി മനുഷ്യനായി മാറും, അല്ലെങ്കിൽ ഇക്വാലിറ്റിയിലേക്ക് വരുന്നത് സോൾ പർപ്പസ് വഴിയാണ്. ഓക്കെ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജേണിയിൽ വന്ന കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ പിന്നെ ഈ സോൾ പർപ്പസ് എന്ന് പറയുന്നത് ഒരാൾക്ക് തന്നെ പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്ന് ചേച്ചി എൻ്റെ സോൾ പർപ്പസ് ഒന്ന് പറഞ്ഞു തരും. ഇത് നമുക്ക് കോളേജ് ഇപ്പോൾ +2 കഴിഞ്ഞ് ഈ ഡിഗ്രി എടുക്കും, അത് നിങ്ങളുടെ പാഷൻ അനുസരിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാം. നിങ്ങൾക്ക് മെഡിസിൻ അല്ലെങ്കിൽ സയൻസിലാണെങ്കിൽ നിങ്ങൾക്ക് മെഡിസിൻ ഓഫർ ചെയ്യാം, അങ്ങനെ സയൻസ് ബേസ് ചെയ്ത് പല കോഴ്സസും പറഞ്ഞു കൊടുക്കാം. പക്ഷേ സോൾ പർപ്പസ് അങ്ങനെയല്ല. സോൾ പർപ്പസ് ഒരാൾ തന്നെ നമ്മൾ ഇന്നർ വർക്കൊക്കെ ചെയ്ത് നിയർലി ഒരു 1 or 2 year ഒക്കെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഒരു താഴത്തെ ചക്രാസൊക്കെ ഒന്ന് ഹീൽ ചെയ്ത് ഒരു ഹാർട്ട് ചക്ര, തോട്ട് ചക്ര വരെയൊക്കെ എത്തുന്ന സമയത്ത് നമുക്ക് തന്നെ സ്വയം റിവീൽ ആവും, യെസ് ഇതാണ് എൻ്റെ സോൾ പർപ്പസ്, ഈ ഒരു കാര്യം ചെയ്താലാണ് എനിക്ക് ചേഞ്ചസ് വരുന്നത്, അല്ലെങ്കിൽ ഇതിലാണ് എനിക്ക് ഒന്നുകൂടി കോൺഫിഡൻസ്. ഒരു വാക്ക് പറയുമ്പോൾ അവരുടെ ലൈഫിൽ മാറ്റം വരുന്നു, ബ്ലെസ്സിങ്സ് വരുന്നു. അല്ലെങ്കിൽ ടാരോ റീഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് അവർക്ക് വരുന്നുണ്ട്. അപ്പോൾ അതാണ് അത് നമുക്ക് മനസ്സിലാവും. എനിക്ക് മനസ്സിലായത് ഞാൻ എവിടെയും പോയിട്ട് ടാരോ റീഡിങ് ചെയ്തിട്ടൊന്നുമല്ല. ടാരോ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടി നോക്കുന്നത് വളരെ വളരെ കുറവാണ്. കൂടുതലും മറ്റുള്ളവർക്കാണ് റീഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് വേണ്ടി നോക്കാൻ അങ്ങനെ തോന്നില്ല, ഡിവൈൻ ഗൈഡൻസ് കിട്ടും. അപ്പോൾ സോൾ പർപ്പസായിട്ട് എനിക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ സോൾ പർപ്പസായിട്ട് ഞാൻ ചെയ്യുന്നത് ഹീലിങ്സ് ആണ്. ഇപ്പോൾ ടാരോ ആണ് ആദ്യം ഞാൻ ടാരോന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി, അങ്ങനെ ഞാൻ പഠിച്ചതാണ്. പക്ഷെ പഠിക്കാൻ പോയ സമയത്തും ടീച്ചേഴ്സ് പഠിപ്പിച്ച മാം ജസ്റ്റ് നോട്ട്സ് ചാനലിലേക്ക് ആഡ് ചെയ്ത് തന്നു. അവരൊരു കാർഡ് പോലും ഇതാണെന്നൊന്നും പറഞ്ഞു തന്നില്ല. നമുക്ക് ഒരു കോർ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഓൾറെഡി എനിക്ക് കാർഡിൻ്റെ പേരൊക്കെ അറിയാമായിരുന്നു. പക്ഷേ കുറച്ചുകൂടി ഒരു എക്സ്ട്രാ നോളജിന് വേണ്ടിയിട്ടാണ് ക്ലാസ്സിൽ കയറിയത്. അങ്ങനെ നമ്മൾ തന്നെ സ്വയം ഇരുന്ന് ഒരു 1 month കൊണ്ട് ഓരോ വോയിസസും കേട്ട് അങ്ങനെ ക്ഷമയുണ്ടായിരിക്കും, പേഷ്യൻസ് ഉണ്ടായിരിക്കും, നമ്മുടെ ക്ഷമയോടൊരു എന്താ പറയുക, കീൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും സോൾ പർപ്പസിലേക്ക് വരുമ്പോൾ. അങ്ങനെയാണ് ഞാൻ പഠിച്ചു പോകുന്നത്. പിന്നെ സോൾ പർപ്പസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ, അപ്പോൾ പിന്നെ നമ്മൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ മറ്റുള്ളവർക്ക് അത് കറക്റ്റായിട്ട് വന്നു തുടങ്ങി. പിന്നെ ഡിവൈൻ്റെ പിന്നെ ഹീലിങ്ങിലേക്ക് ഞാൻ വന്നത് ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയാം. ഹീലിംഗ് ചെയ്യണമെന്നൊന്നും ഞാൻ കരുതിയിട്ടില്ല. പക്ഷേ ഓരോ സമയത്തും ഒരു 1 year ഒക്കെ ടാരോ റീഡിങ് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ ഓരോരുത്തരും എന്നെ ഇങ്ങനെ സമീപിച്ച് തുടങ്ങി. എനിക്കൊരു കർമ്മ അല്ലെങ്കിൽ എനിക്കൊരു ഹീലിംഗ്, എനിക്ക് ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ട്, ഇതൊന്നും മാറാൻ എന്താണ് ചെയ്യുക, ഒന്ന് എന്നെ ഹീൽ ചെയ്ത് തരുമെന്ന് ഇങ്ങോട്ടൊരു കുറച്ച് പേര് ചോദിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് തോന്നിയത് യെസ് ഞാൻ ഹീലിംഗ് ചെയ്യാനുള്ള കാര്യം ചെയ്യണം. അത് നമുക്ക് ആ ഒരു സമയത്ത് ഓരോ സമയത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോഴാണ് നമുക്ക് ഹീലിങ്ങിലേക്ക് ഇൻട്രസ്റ്റ് വന്നത്. അങ്ങനെ ആദ്യം ഫസ്റ്റത്തെ ഹീലിംഗ് ഡിസ്റ്റൻറ്റ് ഹീലിംഗ് ആണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഡിസ്റ്റൻറ്റ് ഹീലിംഗ് ചെയ്ത് നോക്കിയപ്പോൾ അവർക്ക് അതിൻ്റെ മാറ്റങ്ങൾ വന്നു തുടങ്ങി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വേറെന്തോ ഹീലിംഗ് ചെയ്ത് തരുമെന്ന് പറഞ്ഞിട്ട് വന്നത്. വീടിൻ്റെ ഉള്ളിൽ വളരെ നെഗറ്റീവ് എനർജീസ് ഉണ്ട്, അപ്പോൾ ഇത് മാറാൻ എന്താ ചെയ്യുമെന്ന് ഹീൽ ചെയ്ത് തരുമെന്ന് പറഞ്ഞിട്ട് വന്നത്. അപ്പോഴാണ് കർമ്മ ക്ലെൻസിങ് എന്ന രീതിയിലുള്ള മെഡിറ്റേഷൻസും അല്ലെങ്കിൽ ഹീലിങ്ങും ചെയ്തു കൊടുക്കാൻ തുടങ്ങിയത്. പിന്നെ സബ് കോൺഷ്യസ് ഹീലിംഗ് ഞാൻ പണ്ടേ ലോ ഓഫ് അട്രാക്ഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് ഒന്നുകൂടി ആ ഒരു സമയമായപ്പോൾ പിന്നെയും യൂണിവേഴ്സ് ഓർമ്മിപ്പിച്ചു ലോ ഓഫ് അട്രാക്ഷനിലേക്ക് വരും, കാരണം എൻ്റെ കരിയർ എനിക്ക് ബിൽഡ് ചെയ്യണം. അപ്പോൾ അതിനുള്ള ഓപ്ഷൻ ലോ ഓഫ് അട്രാക്ഷൻ കൂടെ വഴിയാണ്. പ്ലസ് ഒരു 50% ലോ ഓഫ് അട്രാക്ഷൻ ഉണ്ട്, ബാക്കി 50% ആണ് ഇന്നർ വർക്ക്സും കാര്യങ്ങളും ഉണ്ടായിരുന്നത്. അപ്പോൾ അതും കൂടി ജോയിൻ ആയപ്പോൾ അതിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നു.
അങ്ങനെയാണ് ഓരോ സമയത്തും നമ്മൾ അത് യൂണിവേഴ്സായിട്ട് നമ്മളിലേക്ക് എത്തിക്കും ഓരോരുത്തർ. അങ്ങനെയാണ് ഞാൻ തന്നെ ഞാനൊന്നും ഹീലിംഗ് ചെയ്യണമെന്ന് പോലും കരുതിയിട്ടില്ല. അങ്ങനത്തെ പല കോഴ്സസും ചെയ്യണം പോലും കരുതാത്ത കാര്യങ്ങൾ നമ്മൾക്ക് വരുന്നത് ഇങ്ങനെയാണ്. പിന്നെ സോൾ പർപ്പസിൽ ഞാൻ പറഞ്ഞ പോലെ നമുക്കിങ്ങനെ കോഴ്സസ് നമ്മൾ പഠിക്കുമെങ്കിൽ പോലും നമ്മളായിട്ട് നമുക്ക് പല രീതിയിലുള്ള എബിലിറ്റീസ് കിട്ടും ഹീൽ ചെയ്യാനൊക്കെ. ഞാൻ എൻ്റെ രീതിയിലുള്ള മാർഗ്ഗങ്ങളിലൂടെയാണ് അത് ഹീൽ ചെയ്ത് കൊടുക്കുന്നത്. അത് നമുക്ക് ആ ഒരു ഡിവൈൻ്റെ പ്രസൻസ് ഉണ്ട്, ഡിവൈനാണ് ചെയ്യിപ്പിക്കുന്നത്. ഡിവൈൻ ഒരുപാട് പേരെ നമ്മളിലേക്ക് കൊണ്ടുവരും, മനസ്സിലായോ? അങ്ങനെയൊക്കെയാണ് സോൾ പർപ്പസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കർമ്മ റിലീസ് ചെയ്ത് പോകും. കാരണം നമ്മളൊന്നുകൂടെ അവെയർ ആവും, കർമ്മയെക്കുറിച്ച് അവെയർ ആയിരിക്കും, നമ്മുടെ തീവ്രമായിട്ടുള്ള കർമ്മകൾ റിലീസ് ചെയ്യും. പക്ഷേ ലൈഫ് പർപ്പസ് ചെയ്യുമ്പോൾ അങ്ങനെ കർമ്മ റിലീസ് ചെയ്യില്ല. നമ്മൾ ഒരുപാട് അറിവില്ലായ്മ അഹന്തയെ കൊണ്ടും അഹങ്കാരം കൊണ്ടും നല്ല പൊസിഷനിൽ ഇരിക്കുന്നവരാണെങ്കിൽ ഇൻഫീരിയർ ആയിട്ടൊക്കെ മറ്റുള്ളവർ കാണും, മറ്റുള്ളവരോട് മോശമായിട്ട് പെരുമാറുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെ കർമ്മ കൂടുതൽ ബിൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവെയർ അല്ലാത്തവർ ഈ ഒരു ജേണിയിൽ വന്നിട്ടും ലൈഫ് പർപ്പസിൽ പോകുന്നവർ ഒന്നുകൂടി നല്ല ശാന്തമായിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നുണ്ടായിരിക്കും. അല്ലാത്തവരാണെങ്കിൽ കർമ്മ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ലൈഫ് പർപ്പസും സോൾ പർപ്പസിനെ കുറിച്ച് പറയാൻ ഉള്ളത്. ലൈഫ് പർപ്പസ് നമുക്ക് ടാരോ റീഡിങ് വഴി റീഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ സോഡിയാക് സയൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇയർ ഓഫ് ബർത്ത് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ ഇൻട്രസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞു തരാൻ സാധിക്കും. ഇപ്പോൾ ആകാശ റെക്കോർഡ്സ് വഴിയും ആക്സസ് ചെയ്യാൻ സാധിക്കും. സോൾ പർപ്പസ് നമുക്ക് പറഞ്ഞു തരാം, പക്ഷേ ഞാൻ സോൾ പർപ്പസ് അങ്ങനെ പറഞ്ഞു കൊടുക്കാറില്ല. എനിക്കത് ഇൻറ്റ്യൂറ്റീവ്ലി തോന്നിയിട്ടുള്ളത് സോൾ പർപ്പസ് അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് ചെയ്യേണ്ടതല്ല. അത് നമുക്ക് തോന്നുന്ന സമയത്ത് അതിലുള്ള കോൺഫിഡൻസ് വരുമ്പോൾ, അല്ലെങ്കിൽ അതിൽ നമുക്ക് പാകമാവുമ്പോഴാണ് നമുക്ക് ഇതാണ് എൻ്റെ സോൾ പർപ്പസ് എന്ന് നമുക്ക് അറിയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ അടുത്തേക്ക് ആരെങ്കിലും വരും, ഞാൻ റീഡ് ചെയ്ത് തരും, നിങ്ങളിത് ഹീലിംഗ് പഠിച്ചാൽ ഒന്നും ചെയ്തു തരും. അങ്ങനെ ചെയ്തു തുടങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങളതിലേക്ക് ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ സോൾ പർപ്പസ് മാക്സിമം നിങ്ങളാരും എന്താണെന്ന് പുറത്തേക്ക് അറിയാൻ പോവാതെ, നിങ്ങൾ ഹെർമിറ്റ് കാർഡ് ഉണ്ട് നമ്മുടെ ടാരോയിൽ 9 ഉള്ളിലേക്കാണ് സോൾ സെർച്ചിങ് ആണ്, പുറത്തേക്കല്ല നോക്കേണ്ടത്. നമ്മുടെ ഉള്ളിലേക്കാണ് നോക്കേണ്ടത്. സ്ട്രെങ്ത് കാർഡും പറയുന്നത് ഇന്നർ ചലഞ്ചസ്, നമ്മുടെ ഉള്ളിൽ വരുന്ന പല ചലഞ്ചസും അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പവർ നമ്മൾ തന്നെ ഉള്ളിലേക്ക് നോക്കി നമ്മൾ കണ്ടുപിടിക്കണം. പുറത്ത് പോയി കണ്ടുപിടിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അങ്ങനെ കണ്ടുപിടിച്ചപ്പോൾ എല്ലാം നിങ്ങൾ എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ട് കണ്ടുപിടിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇൻറ്റ്യൂട്ടീവ് പവേഴ്സ് ഒന്നും ഡെവലപ്പ് ആവില്ല. എൻ്റെ അടുത്ത് ടാരോ റീഡിങ്ങിൽ സ്ഥിരം ക്ലയൻസ് ഉണ്ട്. പക്ഷേ ഞാൻ അവർക്ക് അത്യാവശ്യം വേണ്ട മാത്രമേ റീഡ് ചെയ്ത് കൊടുക്കാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ സ്വയം കണ്ടുപിടിച്ചോളൂ, വലുത് മാത്രം ഞാൻ റീഡ് ചെയ്ത് തരുള്ളൂ. കാരണം എനിക്ക് വേണമെങ്കിൽ ഡെയിലി അവർ റീഡ് ചെയ്യുമ്പോൾ എനിക്ക് അതിൻ്റെ എനർജി എക്സ്ചേഞ്ച് കിട്ടും. പക്ഷെ അതല്ല, അവർ ഡെവലപ്പ് ആവില്ല. എൻ്റെ അടുത്ത് വരുന്നവർ അവരെ ഇൻറ്റ്യൂട്ടീവായിട്ട് അവർക്ക് ഡെവലപ്പ് ചെയ്യണം, കോഡിപ്പെൻഡൻസി പൊട്ടിക്കണം, കുറച്ച് കാര്യങ്ങളും നമുക്ക് തരുമല്ലോ അവരെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ അത് പറയുമ്പോൾ ഇപ്പോൾ ഓരോരുത്തരും സ്വന്തമായി ഡെവലപ്പ് ചെയ്ത് സ്വന്തമായിട്ട് ഉത്തരം കണ്ടുപിടിക്കുന്നതിന് എന്നോട് ചോദിക്കും, എനിക്ക് ഉത്തരം ഇങ്ങനെ കിട്ടി തന്നെയായിരിക്കും അല്ലേ? ഞാൻ പറയും അത് വിശ്വസിക്കൂ, അത് ചെയ്യൂ. തെറ്റ് വരികയാണെങ്കിൽ അവിടെ നിന്ന് പാഠങ്ങൾ പഠിച്ചല്ലോ, ലെസൺസ് പഠിച്ചു. മിക്കതും ഇൻറ്റ്യൂഷൻ കറക്റ്റായിരിക്കും, തെറ്റാവില്ല. അപ്പോൾ ഇതാണ് ലൈഫ് പർപ്പസും സോൾ പർപ്പസും എനിക്ക് ഈ ജേർണിയിൽ മനസ്സിലായിട്ടുള്ളത്. സോൾ പർപ്പസിലേക്ക് എത്തണമെങ്കിൽ നമ്മളൊരു സ്പിരിച്വൽ ജേർണിയിലേക്ക് വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 2 കൊല്ലം എന്നൊക്കെ ഞാൻ പറയുന്നത് അത്രയും ടൈം വേണം. നമുക്ക് അത്രയും കർമ്മ ഉണ്ടായിരിക്കും, ഹീൽ ചെയ്യാനുണ്ടായിരിക്കും. ഈ ഷാഡോ ബോക്സ് ഒക്കെ ചെയ്ത് ചക്രാസൊക്കെ ഒന്ന് ത്രോട്ട് വരെയൊക്കെ ഓപ്പൺ ചെയ്തൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സൗണ്ട് വരെ വ്യത്യാസങ്ങൾ വരും. ഒരുപാട് നിങ്ങൾക്ക് ചേഞ്ചസ് വരും. അങ്ങനെ വരുമ്പോൾ സോൾ പർപ്പസിലേക്ക് നിങ്ങൾ എത്തുക. നമ്മൾ പാകമാവാതെ ഒരാൾക്ക് സോൾ പർപ്പസ് ചെയ്യാൻ സാധിക്കില്ല. ഞാനൊന്നും അറിയാതെ പോയിട്ട് ഒരാൾക്ക് ഹീലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കർമ്മ ക്ലെൻസിങ് ചെയ്യാൻ പോവുകയാണ്, എനിക്ക് ഓറ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അറിയില്ല, അവർ കർമ്മയായിട്ട് ആക്സസ് ചെയ്യാൻ അറിയില്ല. അങ്ങനെ കർമ്മ ക്ലെൻസ് ചെയ്യാനൊക്കെ പോകുന്ന സമയത്ത് പല പാസ്റ്റിലും ഇപ്പോൾ ഇന്നും കൂടി ഞാൻ കർമ്മ ക്ലെൻസിങ് ചെയ്തു. അപ്പോൾ അവിടെ എനിക്ക് ഓറ പ്രൊട്ടക്ഷൻ അറിയില്ല, അല്ലെങ്കിൽ ഡിവൈൻ ഗാർഡിയൻ ഏഞ്ചൽസിനെ കൊണ്ടുപോകാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഓരോ പാസ്റ്റിലേക്ക് പോകുമ്പോൾ അവിടെ നിൽക്കുന്ന ഓരോ എനർജീസും എന്നെ അറ്റാക്ക് ചെയ്യാൻ ചാൻസസ് ഉണ്ട് സോളിൽ. അപ്പോൾ അതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് അതാണ് പറയുന്നത്. നമ്മളതിൽ പാകമാകുമ്പോഴാണ് നമ്മളതിലേക്ക് പോകാൻ സാധിക്കുന്നത്. അപ്പോൾ സ്പിരിച്വൽ ജേർണി വന്ന ഉടനെ ഇപ്പോൾ ചിലവർ കാണുന്നുണ്ട്, ഇന്ന് സ്പിരിച്വൽ ജേർണിയിലാണെന്ന് അറിഞ്ഞു നാളെ സോൾ പർപ്പസ് ചെയ്യണമെന്ന് വാശി പിടിച്ചിട്ട് കാര്യമില്ല. സമയം അത്യാവശ്യം. ബിക്കോസ് സ്പിരിച്വൽ ജേർണി എപ്പോഴും ടൈം എടുത്ത് പോകുന്ന ഹീലിംഗ് മെല്ലെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടാണ് പോകുന്നത്. കാരണം അങ്ങനെയാണ് നമുക്ക് മാറ്റങ്ങൾ വരുള്ളൂ. ഇപ്പോൾ നമ്മൾ ദേഷ്യം മാറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഡിവൈൻ ടെസ്റ്റ് തരും. അപ്പോൾ അതിൽ നമ്മൾ എഗെയിൻ അതിൽ പാസ്സാവിയില്ലെങ്കിൽ എഗെയിൻ നിങ്ങളതിൽ വർക്ക് ചെയ്യണം. അങ്ങനെ ട്രിഗർ വരുന്ന സമയത്ത് നമുക്ക് ആ ട്രിഗർ അല്ലാത്ത രീതിയിൽ വരുന്ന സമയത്താണ് നിങ്ങൾക്ക് പാകമായിട്ടുള്ളത്. അങ്ങനെ നമ്മൾ എന്ത് കാര്യം ഞങ്ങൾ മാറിയെന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് വരും, 2 ദിവസം ഞാൻ ഹീലിംഗ് ചെയ്തപ്പോൾ എൻ്റെ എല്ലാ പെയിനും മാറിയിട്ടുണ്ട്. ഇനി നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ ഫാമിലിയിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ടു, അപ്പോൾ നിങ്ങൾക്ക് പെയിൻ വരുന്നുണ്ടോ? അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസ് മാറിയിട്ടില്ല, കോഡിപ്പെൻഡൻസി ഉണ്ട്.
ഒരു വികാരം വന്നിട്ടില്ലെങ്കിൽ ഓക്കെ നമുക്ക് മനസ്സിലാക്കണം അവരുടെ സോളിൻ്റെ എക്സ്പയറി ഡേറ്റ് ആയി, എല്ലാത്തിനും എക്സ്പയറി ഡേറ്റ് ഉണ്ട്, എക്സ്പയറായി അവർ പോയി എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹീൽഡായി. അങ്ങനെയായെങ്കിൽ നിങ്ങൾക്ക് സോൾ പർപ്പസ് കുറച്ച് കഴിഞ്ഞ് വരും. കാരണം നിങ്ങൾ പാകമായി ഒന്നിലും നിങ്ങൾക്ക് ഷെയ്ക്ക് ആവുന്നില്ലല്ലോ, എനർജി വൈബ്രേഷൻസ് ഉയർന്നു. അപ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സോൾ പർപ്പസ് ഈ ഒരു ജേണിയിലാണെങ്കിൽ കുറേ പേര് സ്പിരിച്വൽ ജേണിയിലാണ്, പക്ഷേ അവരൊന്നും ട്വിൻ ഫ്ലെയിമിലല്ല. പക്ഷേ ഈ ട്വിൻ ഫ്ലെയിം ഇങ്ങനെയും ഒരു മായാലോകം പോലെ എല്ലാവരിലേക്ക് എത്തുന്നത് കൊണ്ടും ട്വിൻ ഫ്ലെയിംസ് അല്ലാത്തവരും വീഡിയോസ് ചെയ്യുന്നത് കൊണ്ടുമാണ്. എത്ര പറഞ്ഞിട്ടും എനിക്കത് പിന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. കാരണം അതൊക്കെ ഓരോരുത്തരുടെ കർമ്മയാണ്. ആദ്യം പറഞ്ഞു കൊടുത്താലും മനസ്സിലാവുന്നില്ലെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ് നമ്മളുടെ ഹീലർ എന്ന സ്ഥിതിക്കുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് കേൾക്കുന്നില്ലെങ്കിൽ അവരുടെ ലൈഫാണ്, എനിക്ക് പ്രത്യേകിച്ച് ഒരു ബാധ്യതയില്ല. കാരണം അറിഞ്ഞിട്ട് ഞാൻ പറയാതിരുന്ന് കഴിഞ്ഞാൽ അത് തെറ്റാണ്. പറഞ്ഞു കൊടുക്കുന്നു, പിന്നെയും അവരത് മായാലോകത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കർമ്മം നിങ്ങൾ തന്നെ കുഴിക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ ലൈഫ് എന്ന് വെച്ചാൽ ലൈഫ് ലീഡ് ചെയ്ത് പോകാനുള്ള പർപ്പസാണ് ലൈഫ് പർപ്പസ്. അല്ലെങ്കിൽ നമുക്ക് അവിടെ കൂടുതലും മെറ്റീരിയലിസ്റ്റിക് ആയിരിക്കും. അങ്ങനെ ഒരു സോളിന് ഭയങ്കര ഹാപ്പിനെസ് കിട്ടുന്നത് വളരെ കുറവായിരിക്കും. പക്ഷേ സോൾ പർപ്പസ് എന്ന് പറയുമ്പോൾ ദൈവികമായിട്ടുള്ളൊരു കല അല്ലെങ്കിൽ ആ ഹീലിങ്സ് മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഹീൽ ചെയ്യുന്നു, അവരുടെ ലൈഫിൽ വെളിച്ചം കൊണ്ടുവരുന്നു. നിങ്ങളവിടെ ജോലി ചെയ്യുമ്പോൾ മറ്റുള്ളവർ ചീത്ത പറയുന്ന പല കാര്യങ്ങളാണ്, വേദനിപ്പിക്കുകയായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. ആരെങ്കിലും റെസ്പെക്റ്റ് ചെയ്യാറുണ്ട്? എനിക്ക് തോന്നുന്നില്ല. ലൈഫ് പർപ്പസ് ചെയ്യുന്നവർ വളരെ കുറവായിരിക്കും. കാരണം നിങ്ങൾ ആ ഷിഫ്റ്റിനുള്ളിൽ ഇത്ര സമയത്ത് കംപ്ലീറ്റ് ചെയ്യണം, അപ്പോൾ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ സോൾ പർപ്പസിൽ അങ്ങനെയല്ല. നമുക്ക് ഭയങ്കര സ്ട്രെസ് ഒക്കെ ഓപ്പോസിറ്റാണ് നടക്കുന്നുണ്ടായിരിക്കുക. ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഒരുപാട് സൈക്കിക് എബിലിറ്റീസ് മെല്ലെ ഉണർന്നു വരും. ഇതൊക്കെയാണ് സോൾ പർപ്പസിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ കേട്ടോ. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു ചെയ്യാൻ പറഞ്ഞിട്ട് പിന്നെ നിങ്ങളുടെ ഓരോരോ ലൈഫ് ടൈമിൽ പോയിട്ടുള്ള സോളുകളാണ് നിങ്ങൾ. ഇന്ന് ഞാൻ റീഡ് ചെയ്തപ്പോൾ എൻ്റെ ഒരു ക്ലയൻറ്റ് 200 years ബാക്ക് ജനിച്ച കാര്യങ്ങളൊക്കെയാണ് കണ്ടത്. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന കുറേ കാര്യങ്ങൾ, അത് കർമ്മ ക്ലെൻസിങ് ചെയ്യാൻ വന്നപ്പോൾ. അപ്പോൾ നമ്മൾ ഓരോ ഇയറിലും ജനിച്ച പല കാര്യങ്ങളും നമ്മൾ ഈ ലൈഫ് ടൈമിൽ കൊണ്ടുവരുന്നുണ്ടായിരിക്കും. അങ്ങനെ നമ്മുടെ സോളിലെ ഷാഡോ സെൽഫ് വരാറുണ്ട്. ഓക്കെ, അതൊക്കെ ആ സമയത്ത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സോള് മാക്സിമം പ്യുവറാക്കാൻ ശ്രമിക്കുക. അത് തന്നെയാണ് മെയിനായിട്ട് ഈ സോൾ പർപ്പസിലൂടെ നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ മെയിൻ കർമ്മവും റിലീസ് ചെയ്യുന്നു. അതുകൂടെ നമുക്ക് ഓരോരുത്തർ യൂണിവേഴ്സ് തരും, കുറച്ച് പേരെ അതിൻ്റെ കയ്യിലേക്ക് തരുന്നതിന് നീ അവരെ ഹീൽ ചെയ്ത് വിടുമ്പോഴാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവൽ ഓഫ് ജേണിയിലേക്ക് എത്താൻ സാധിക്കുന്നത് എന്ന്. അപ്പോഴാണ് അതിലേക്ക് പറ്റുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ 2 years ആയിട്ട് സോൾ പർപ്പസ് ചെയ്യുന്നുണ്ട്. ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ അവിടെ എനർജി എക്സ്ചേഞ്ചും വാങ്ങുന്നുണ്ട്. കാരണം അത് വാങ്ങിയിട്ടില്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഭവിഷ്യത്തുകൾ നിങ്ങൾ കുറച്ചൊന്ന് ഹീൽ ചെയ്ത് വരുമ്പോൾ മനസ്സിലാവും. ആദ്യം ഞാനും വിചാരിക്കാറുണ്ട് എന്തിനാണ് ഒരു എനർജി എക്സ്ചേഞ്ച് വാങ്ങുന്നത്, ഹീലിങ്സ് ഒക്കെ ഫ്രീ ആയിട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അങ്ങനെയല്ല. ഹീലിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ഇന്നർ വർക്ക്സ് ഒക്കെ ചെയ്ത് വൈബ്രേഷൻസ് ഉയർത്തുന്നുണ്ട്. ആ ഒരു വൈബ്രേഷൻസ് ഉയർത്തുന്നത് പല കാര്യങ്ങളും നമ്മൾ മാറ്റി വെച്ചിട്ടാണ്. അവിടെ നമ്മൾ എത്ര എമൗണ്ട് തന്നാലും നമ്മുടെ എനർജി അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. എനർജിയോട് വാല്യൂ ഇല്ലാത്തവരാണ് ഇങ്ങനെ ഫ്രീ ആയിട്ടൊക്കെ. ഞാനൊക്കെ ആദ്യം ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് ടാരോ ഒക്കെ. എന്നിട്ട് എന്താ സംഭവിക്കുക, പേയ്മെൻറ്റ് ഒന്നും തന്നെ ഞാൻ ആദ്യം ചെയ്യുന്ന ഇങ്ങനെയായിരുന്നു. റീഡ് ചെയ്തതിന് ശേഷമാണ് പേയ്മെൻറ്റ് വാങ്ങുക. ഇത് ചിലവർ പേയ്മെൻറ്റ് ചെയ്യും, ചിലവർ എന്ത് ചെയ്യും, റീഡിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ചോദിക്കും കഴിഞ്ഞില്ല, യെസ് ഞാൻ പറഞ്ഞ് പേയ്മെൻറ്റ് ചെയ്തോളൂ, അപ്പോൾ എന്നെ ബ്ലോക്ക് ചെയ്ത് പോവും. അങ്ങനെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. എത്ര ഡീറ്റെയിൽ ആയിട്ട് 20 മിനിറ്റ് എടുത്ത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് എന്നെ ബ്ലോക്ക് ചെയ്ത സിറ്റുവേഷൻസ്. അങ്ങനെ 1-2 പേര്, ഒരു മെയിലാണ് കേട്ടോ, വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അവർ ദുബായിൽ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ ടെലഗ്രാമിൽ പോയി മെസ്സേജ് അയച്ചു, നിങ്ങൾ ആ പേയ്മെൻറ്റ് തരണം, ഇല്ലെങ്കിൽ കാരണം അവർക്ക് മണി ബ്ലോക്കേജസ് വന്നിട്ടാണ്, പിന്നെ റിലേഷൻഷിപ്പ് ഇഷ്യൂ വന്നിട്ടാണ് റീഡ് ചെയ്യാൻ വന്നത്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായി ഇങ്ങനെ മറ്റുള്ളവർ പറ്റിക്കുന്നത് കൊണ്ടാണ് മണി ബ്ലോക്കേജസ് വരുന്നത്. ചതിയാണല്ലോ, അവരെ മറ്റുള്ളവർ ചതിക്കുകയാണ്. പക്ഷെ ഞാൻ കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്ത് വിട്ടു. അപ്പോൾ അതിന് ശേഷമാണ് ഫസ്റ്റ് പേയ്മെൻറ്റ് വാങ്ങിയിട്ട് പിന്നെ റീഡ് ചെയ്യുന്നത്. കാരണം അവിടെ നമ്മുടെ എനർജി ഒരുപാട് മെഡിറ്റേഷൻസ് വരെ അയച്ചു കൊടുത്തു. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോൾ വളരെ ആത്മാർത്ഥത, ഇവിടെ നമ്മൾ മറ്റുള്ളവർ ഹീലായിക്കോട്ടെ എന്ന് വെച്ച് കൊടുക്കുമ്പോൾ ചിലവർ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്ന എനർജീസ് ഉണ്ട്. അപ്പോൾ അതിനാണ് ബൗണ്ടറി വെച്ചിട്ട് ആദ്യം പേയ്മെൻറ്റ് വാങ്ങിയിട്ട് റീഡ് ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ എനർജി, ചിലവരുടെ എനർജി വളരെ ലോ ആകുമ്പോൾ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് റീഡ് ചെയ്യാറുള്ളൂ. കാരണം എനർജി ഇങ്ങോട്ട് ട്രാൻസ്ഫർ വരും. അതിനാണ് ആ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജി എക്സ്ചേഞ്ച് വെക്കുന്നത്. അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ സോൾ പർപ്പസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടതുണ്ട്. കാരണം അത്രയും പ്യുവറായിട്ടുള്ള എനർജിയാണ്. ഡിവൈൻ്റെ പ്രസൻസിലൊക്കെയാണ് നമ്മൾ ഈ സോൾ പർപ്പസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു ജേർണിയിൽ പറയാനുള്ളത്. സോൾ പർപ്പസിനെ കുറിച്ചിട്ടും ലൈഫ് പർപ്പസിനെ കുറിച്ചിട്ടും. ലൈഫ് പർപ്പസ് എന്തും ആയിരിക്കും, ജോലിയാണ്, അത് ഏത് തരം ജോലി ആവാം. പക്ഷേ സോൾ പർപ്പസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കില്ല. സോൾ ലെവലിൽ ലൈക്ക് ഇപ്പോൾ ഒരു ഹീലിങ്ങിന് വരുമ്പോൾ ഒരാൾ ഹീൽ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു സോളിനുള്ള ഫുഡ് കൊടുത്തു അല്ലേ, ക്ലാരിറ്റി കിട്ടി. അപ്പോൾ ആ വെളിച്ചം കൊണ്ടാണ് നെക്സ്റ്റ് അവർ വീട്ടിലേക്കോ ജോലിയിലേക്കോ പോകുമ്പോൾ അവർ കുറച്ചുകൂടി മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ചുറ്റുപറ്റി നിൽക്കുന്ന എനർജി
ഈ എനർജി പോയി ടാപ്പ് ചെയ്യും അല്ലെങ്കിൽ പോയി തട്ടും. അപ്പോൾ അവർക്കും മെല്ലെ മെല്ലെ മാറ്റം വരും. അങ്ങനെ ഒരാളെ ഹീൽ ചെയ്യുമ്പോൾ ആ വീട്ടിൽ 10 പേരുണ്ടെങ്കിൽ 10 പേരിലേക്കും എനർജി പോകുന്നുണ്ട്. പക്ഷെ ചിലവർ മാറി വരുന്നത് സമയം അവരുടെ എനർജി അനുസരിച്ചിട്ടാണ് മാറി വരുന്നത്. അപ്പോൾ ശരിക്കും നല്ലൊരു പ്രവൃത്തി. ഒരാളെ ഹീൽ ചെയ്യുമ്പോൾ ഒരുപാട് പേരിലേക്ക് ഹീലിംഗ് പോകുന്നു. ഇപ്പോൾ ഞാനൊരു സോൾ പർപ്പസ് ആയിട്ട് എനിക്ക് തോന്നുന്നു ടാരോ റീഡിങ്സ് 2 years ആയിട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മോർ ദാൻ ഒരു നിയർലി 1000 പേരൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. കാരണം ഡെയിലി 2-3 റീഡിങ്സ് വരാറുണ്ട്. അപ്പോൾ 2 years ഒക്കെ അത്യാവശ്യം വന്നിട്ടുണ്ടായിരിക്കും. ഹീലിങ്സ് ആണെങ്കിലും ഒരുപാട് പേര് ഹീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും പേര് ഹീൽ ചെയ്തപ്പോഴാണ് ഈ ഒരു ജേർണിയിൽ നമുക്ക് അത്രയും ചേഞ്ചസ് വരുന്നത്. നമ്മുടേതായിട്ടുള്ള കർമ്മ ക്ലെൻസിങ് നടക്കും. കൂടെ നമ്മൾക്കും അപ്ഗ്രേഡഡ് ആവും. കർമ്മ അത്രയും ലൈഫ് ടൈമിലുണ്ടെങ്കിൽ അതും റിലീസ് ചെയ്ത് പോകും. അങ്ങനെ പല കാര്യങ്ങളും ഇതിൽ നടക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല എന്നുള്ളൂ. ഓരോ പ്രാവശ്യവും ഹീലേഴ്സിൻ്റെ അടുത്ത് മെസ്സേജ് അയച്ച് ചെല്ലുമ്പോൾ പോലും അവരുടെ എനർജി തട്ടാറുണ്ട്. എന്നോട് ഒരു 3-4 പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഡ്രീംസിൽ കാണാറുണ്ടെന്ന്. ഒരാൾ പറഞ്ഞത് വൈറ്റ് ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നതാണ്. ശരിക്കും ഒരു ഹീലിംഗ് തരുന്ന പോലെയാണെന്നാണ് ഫീൽ ചെയ്തത്. അവർക്ക് ഫീൽ ചെയ്തത് ഭയങ്കര ഒരു പ്രസൻസ് ഫീൽ ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും മോശം സിറ്റുവേഷനിലേക്ക് പോകുമ്പോൾ എനർജി ടാപ്പ് ആയിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ എനർജി, നമ്മുടെ സോള് നിങ്ങളുടെ കൂടെ വന്ന് ഹീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ 4-5 പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ നടക്കാറുണ്ട്. എനിക്കും അതുപോലെ ഞാൻ വിശ്വസിക്കുന്ന നല്ലൊരു സ്പിരിച്വൽ ഹീലേഴ്സിനൊക്കെ ഞാൻ ഇതുപോലെ സ്വപ്നങ്ങൾ കാണാറുണ്ട്. കാരണം അവരുടെ എനർജി വന്ന് നമ്മൾ ഹീൽ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും ഈ സോൾ പർപ്പസിൻ്റെ പിന്നിലുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ ചുമ്മാ ആയിട്ട് കാണരുത് നിങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള കാര്യം. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്ന് തോന്നുന്നു. കാരണം സോൾ പർപ്പസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇനിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ സോൾ പർപ്പസാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ടാരോ, റേക്കി, ഇപ്പോൾ ആകാശ കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട്, PLR, അതുപോലെ തന്നെ കുറേ തെറാപ്പീസ് പഠിപ്പിക്കുന്നുണ്ട്, ഏഞ്ചൽ തെറാപ്പി അങ്ങനെയൊക്കെ. ഞാൻ പിന്നെ കൂടെ ലോ ഓഫ് അട്രാക്ഷനും കൂടെ ആഡ് ചെയ്യാറുണ്ട്. കാരണം അതും ആവശ്യം. സബ് കോൺഷ്യസ് ബ്ലോക്സാണ് ഏറ്റവും കൂടുതൽ ആളുകളെ കാണാറ്. കാരണം ലിമിറ്റഡ് ബിലീഫാണ്. ഇപ്പോൾ നമ്മളോട് പറയാം നിങ്ങൾക്ക് 10 കോടി തന്നു കഴിഞ്ഞാൽ മതിയാവുമോ ചോദിക്കുമ്പോൾ എനിക്ക് അത്രയൊന്നും വേണ്ട, എനിക്ക് ഇത്രയൊക്കെ മതി. അപ്പോൾ നമുക്ക് ലിമിറ്റഡ് ബിലീഫ്സ്, നമ്മൾ പറഞ്ഞ കാര്യമില്ല, നമ്മളങ്ങനെ വളർന്നു വന്നതാണ്. പക്ഷേ നമ്മൾ മാറുന്നതനുസരിച്ച് ഇനിയുള്ള ഫ്യൂച്ചർ ജനറേഷനിൽ മാറ്റം വരും. അപ്പോൾ അങ്ങനെ അൺലിമിറ്റഡ് ബിലീഫ്സൊക്കെ ആകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരാനും കണ്ടുപിടിക്കാനും അവർക്കും വിശാലമായിട്ടുള്ള ചിന്തയാകുമ്പോൾ ഭൂമിയിൽ മെല്ലെ വൈബ്രേഷൻസ് മാറുന്നതാണ്. സമയം പിടിക്കുമായിരിക്കും, പക്ഷേ അങ്ങനെ എല്ലാവരും മാറിത്തുടങ്ങി. ഇപ്പോൾ ഒരുപാട് ലോ ഓഫ് അട്രാക്ഷൻ കോച്ചസ് ഉണ്ട്, ഒരുപാട് പേര് ഹീലാവുന്നുണ്ട്. അപ്പോൾ കുറേ പേര് മാറി വരുന്നുണ്ട്. അങ്ങനെയൊക്കെ തന്നെ എർത്തിൻ്റെ വൈബ്രേഷൻസ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത്രയും മോശപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ സോൾ പർപ്പസ് ആയിട്ട് ഇങ്ങനെയൊക്കെയാണ് കോഴ്സസ്. ഇനിയും ഒരുപാട് സ്പിരിച്വൽ ആയിട്ടുള്ള കോഴ്സസുകളുണ്ട്, എനിക്ക് പോലും അറിയാത്ത കോഴ്സസുകളുണ്ട്. എനിക്കറിയുന്ന കോഴ്സസ് കുറച്ചൊക്കെ ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെയൊക്കെയാണ് സോൾ പർപ്പസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ എഗെയിൻ പറയുകയാണ്, സോൾ പർപ്പസ് നിങ്ങൾ എവിടെയും പോയി ടാരോ റീഡിംഗ് ഒന്നും ചെയ്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെ കണ്ടുപിടിക്കരുത്. കാരണം അത് സ്വയം അറിയുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ നിങ്ങൾ അതുപോലെ നിങ്ങൾക്ക് അറിയാൻ നിങ്ങളുടെ സോളിൻ്റെ പർപ്പസ് പോലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് അറിയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് സോൾ പർപ്പസ് അറിഞ്ഞാലും നിങ്ങൾക്ക് വരുന്ന ഒരു ക്ലയൻറ്റിൻ്റെ സോളിനായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക, നിങ്ങളുടെ ബ്ലോക്സുകളാണ് അതിന് അങ്ങോട്ട് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യാത്തത്. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് അത് വർക്ക് ചെയ്യുക, ഫോർഗീവ്നെസ് നന്നായിട്ട് ചെയ്യുക, ആൻസസ്റ്റർ ഹീലിംഗ് ഒക്കെ ചെയ്തു വരിക, 7 ചക്ര മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്തു വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഇതൊക്കെ മാറും. ഇത്രയൊക്കെ തന്നെയാണ് ഈ ഹീലിങ്സുകളൊക്കെ തന്നെയാണ് ഞാനും ചെയ്തിട്ടുള്ളത്. ലോ ഓഫ് അട്രാക്ഷൻ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ DNA ഹീലിങ്സ്, ആൻസസ്റ്ററുകളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. റൂട്ട് ചക്ര, സാക്രൽ, ഇതൊക്കെ നന്നായി ഹീലായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ചേഞ്ചസ് വരും. അല്ലാതെ ഞാൻ പുറത്ത് പോയിട്ട് വേറൊരു ഹീലിങ്ങിനോ അല്ലെങ്കിൽ വേറൊരു ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ മെഡിറ്റേഷൻസാണ്, നന്നായിട്ട് മിറർ എക്സസൈസ് ചെയ്യാറുണ്ട്, ഷാഡോ വർക്ക്സ്, നമ്മുടേതായിട്ടുള്ള ഓരോരോ ഷാഡോ സെൽഫുകൾ മനസ്സിലാക്കി ഹീൽ ചെയ്യും. ഇത്രയേ ചെയ്യണ്ടോ. അത് നന്നായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഇന്ന് ചെയ്തു നാളെ ഈ മാറ്റം വരണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. മെല്ലെയാണ് സെൽസിലൊക്കെ ഹീലിംഗ് വരുള്ളൂ. ഓക്കെ സോ താങ്ക് യു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സബ് കോൺഷ്യസ് ഹീലിംഗോ ടാരോ കോഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹീലിങ്സ് കർമ്മ ക്ലിയറൻസ് ഞാൻ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. നമ്പറിൽ ഞാൻ പിന്നെയും പറയുകയാണ്, കോൾ ചെയ്യരുത്. കോൾ ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനർജി ഇങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് കഴിഞ്ഞ് നോക്കും. ഫ്രീ അല്ലെങ്കിൽ ഒരു 1 hour ശേഷം മെസ്സേജ് റിപ്ലൈ കൊടുക്കാറുണ്ട് ഞാൻ. അപ്പോൾ ദയവ് ചെയ്ത് ക്ഷമയോടെ കാത്തിരിക്കുക. മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് എനിക്കിപ്പോൾ തന്നെ റീഡിങ്സ് കിട്ടണം, ഇപ്പം തന്നെ അങ്ങനെ വെറി പിടിച്ച് വരുന്നവർക്ക് റീഡ് ചെയ്ത് തരില്ല കേട്ടോ. കാരണം ആ ഒരു എനർജി റീഡിങ്സിലേക്ക് തട്ടും. അപ്പോൾ കറക്റ്റ് റീഡിങ്സ് കിട്ടില്ല. അപ്പോൾ ക്ഷമയോടെ ഇരിക്കണം. ഈ സ്പിരിച്വൽ കാര്യങ്ങളൊക്കെ പേഷ്യൻസാണ് ആദ്യം പഠിപ്പിക്കുന്നത്. പിന്നെ നിങ്ങളുടെ ഈഗോ ഡെത്താണ് സംഭവിപ്പിക്കുന്നത്. ഓക്കെ സോ താങ്ക് യു.